നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡേറ്റ്സ് ആൻഡ് ഹണി, അതായത് ഈന്തപ്പഴം ഹണിയിൽ അല്ലെങ്കിൽ തേനിൽ ഇട്ട് വെച്ചതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമുക്ക് പറയാം. കാരണം ഇത് നമ്മൾ വലിയ ആൾക്കാർ അത്ര കഴിക്കാത്ത ഒരു ഭക്ഷണമാണിത്. കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഡേറ്റ്സ് ആൻഡ് ഹണി. എന്നാൽ വലിയവർക്കും ഒരേപോലെ ഹെൽത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡേറ്റ്സ് ആൻഡ് ഹണി എന്നുള്ളത്. അത് നമുക്കിപ്പോൾ പ്രായം കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ തരം അസ്വസ്ഥതകൾ ഒഴിവാക്കാനും ഡേറ്റ്സ് ആൻഡ് ഹണി സ്ഥിരം കഴിക്കുന്നത് ഗുണപ്രദമാണ്. അതായത് ഡേറ്റ്സ് ഡിപ്ഡ് ഇൻ ഹണി, അതായത് നമുക്ക് നമ്മുടെ ഹണിയിൽ അല്ലെങ്കിൽ തേനിൽ നമ്മൾ മിക്സ് അല്ലെങ്കിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഹണി. നമുക്കറിയാം ഡേറ്റ്സിന് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഹണിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഹണി എന്ന് പറയുമ്പോൾ ലിക്വിഡ് ഗോൾഡ് എന്നാണ് പറയുന്നത്. അത്ര അറിയാം ശരീരത്തിന് വേണ്ട ഇമ്മ്യൂണിറ്റിയും ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും മിനറൽസും എല്ലാം ഒരു നാച്ചുറൽ ഷുഗറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമില്ല പിന്നെ ഹണി എന്നുള്ളത്. ഡെയിലി കഴിക്കാനല്ല എങ്കിൽ പോലും വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം കിട്ടുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട്, എനർജി ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. പ്രായമായവർക്കൊക്കെ പ്രത്യേകിച്ച് ഒരു എനർജി ബൂസ്റ്റാണ്. എന്ത് ചെയ്താലും ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കമൊക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഡേറ്റ്സ് ആൻഡ് ഹണി കഴിക്കുന്ന ഗുണപ്രദമാണ്. അത് ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തിയതാണ്. ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് വലിയവർക്ക് നല്ലതാണ് എന്നുള്ളത്. നമുക്ക് ഓവറോൾ ബോൺ ഹെൽത്തിനും നല്ലതാണ്. വയസ്സ് കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു പോകും. അതിന് വളരെ നല്ലതാണ് ഇത്. കാരണം കാൽഷ്യം, അയണും സിങ്കും എല്ലാം പൊട്ടാസ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിക്കും നല്ലതാണ്, ഒരു കോൺസെൻട്രേഷനും. കുറച്ച് വയസ്സാകുമ്പോൾ നമുക്ക് എല്ലാം മറന്നുപോയി, പ്രത്യേകിച്ച് കോവിഡിനൊക്കെ ശേഷം എനർജി ലെവൽ കുറഞ്ഞ അവസ്ഥയും ഓർമ്മശക്തി കുറഞ്ഞ അവസ്ഥയൊക്കെ വളരെ കോമൺ ആണ്. ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും രസായനങ്ങളോ ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ ഒക്കെ ചോദിക്കാറുണ്ട്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ്സ് ആൻഡ് ഹണി വളരെ ഗുണപ്രദമാണ്. ഞാൻ അത് കൊടുക്കുന്നതിനോടൊപ്പം ഇതും കൂടെ കഴിക്കാൻ പറയാം. ഒരു മെൻ്റൽ ഹെൽത്തിനും ടെൻഷൻ ആൻസൈറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അടുത്തതായിട്ട് അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക്, വയറ്റിൽ എരിച്ചിൽ, പുകച്ചിൽ അല്ലെങ്കിൽ വയറ്റിൽ പുണ്ണ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം. കഫ രോഗങ്ങളുള്ള ആൾക്കാർക്ക്, റെസ്പിറേറ്ററി പ്രോബ്ലം ഇപ്പോൾ കോമൺ ആണല്ലോ. ചുമയൊന്നും വന്നാൽ അത് മാറുന്നില്ല, വളരെ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചുമ, ജലദോഷം, കഫം അതൊക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും കഴിക്കാം. കാരണം തേനെന്ന് പറഞ്ഞാൽ തേനുള്ളിൽ ചെന്നാൽ കഫം ഉരുകി അല്ലെങ്കിൽ അലിഞ്ഞ് തുപ്പി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗുണപ്രദമാണ്. അനീമിയ ഉള്ള, അതായത് ബ്ലഡിൻ്റെ കുറവ് നമുക്ക് എന്തായാലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും, ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും. ഹിമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കഴിക്കാം. ഹീമോഗ്ലോബിൻ കൂടും, അനീമിയ ഉണ്ടാകുന്നില്ല, നല്ല ഊർജ്ജസ്വലതയോടെ നിൽക്കാൻ പറ്റും. വിശപ്പും ദാഹവും ഉണ്ടാക്കുന്നു. ദാഹം കുറവുള്ള ആൾക്കാർ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഉറപ്പായിട്ടും നിങ്ങൾ എന്നിട്ട് കമൻറ്റും കൂടെ ചെയ്തോ. എന്തായിട്ടും ഈ ഒരു ദാഹം ഉണ്ടാക്കും ഡേറ്റ്സ് ആൻഡ് ഹണി കഴിക്കുന്നത്. വിശപ്പുണ്ടാക്കും. വയറ്റിൽ കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കഴിക്കാം. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാവുന്ന ഒരു ഡൗട്ട് നമുക്കിപ്പോൾ വരും. തീർച്ചയായിട്ടും ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഒരു ഒന്നിടവിട്ടുള്ള ദിവസമോ ഒക്കെ ഒരു ഡേറ്റ്സും കുറച്ച് ഹണിയും കഴിക്കുന്നതിനോട് കുഴപ്പമില്ല. പക്ഷെ ഡെയിലി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ്സിലെ ആ ഒരു മധുരം ഡയബറ്റീസിന് അത്ര നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് രണ്ട് തരത്തിൽ ഇതിടാം. ഉറപ്പുള്ള, കുരു കളഞ്ഞിട്ടാണ് ഹണിക്കകത്ത് ഡേറ്റ്സ് മുക്കി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഹണി എത്ര വേണമെന്ന് ചോദിച്ചാൽ ആ ഡേറ്റ്സിനെ മൂടുന്ന രീതിയിലുള്ള ഹണി മതി. നല്ല ഹണി അല്ലെങ്കിൽ തേനായിരിക്കണം, പ്രോസസ്സ് ചെയ്തതായിരിക്കണം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പൂത്തു പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ പുളിച്ചു പൊന്താനുള്ള സാധ്യതയുണ്ട്. അപ്പം ജലം അംശമില്ലാത്ത ഗ്ലാസിൻ്റെ ഒരു ബോട്ടിലായിരിക്കണം. തേൻ നല്ലതായിരിക്കണം. ഈന്തപ്പഴം തീർച്ചയായിട്ടും നല്ലതായിരിക്കണം. അതായത് നമുക്ക് പലതരം ഈന്തപ്പഴങ്ങൾ, പല ഗ്രേഡിലുള്ള ഈന്തപ്പഴങ്ങളും പല ക്വാളിറ്റിയുള്ള ഈന്തപ്പഴങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതിൽ കുറച്ച് ഉറപ്പുള്ളത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറച്ച് അലുത്ത് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇടുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറച്ച് ദിവസം ഇത് വെക്കുമ്പോഴത്തേക്കും ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്കായി മാറണം, അല്ലെങ്കിൽ ഒരു മിക്സ്ഡ് രൂപത്തിലേക്കാവാം. അപ്പോൾ നമ്മൾ സ്പൂണിൽ കഴിക്കേണ്ടി വരും. കുറച്ച് ഉറപ്പുള്ളത് ഇട്ട് കഴിഞ്ഞാൽ 2-3 എണ്ണം എടുത്ത് കഴിച്ചാൽ മതി. കുറച്ച് ഹണി കുടിക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിടാം. വളരെ നല്ലൊരു മിശ്രിതമായിട്ട് മാറും. അത്ര ഗുണപ്രദമാണ്. ക്ഷീണമുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ കമൻറ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു ഗുണം എന്താണ്. അതുപോലെ കഴിച്ച ആൾക്കാരും ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.